ട്രാവൽ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, പിന്നെന്താ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ വ്ളോഗേഴ്സിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു ഡിവൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, DJI OM4 SE ഒരു ഗിംബലാണ്, മൊബൈൽ ഫോൺ ഗിംബലാണ്. ഒരു ആക്ഷൻ ക്യാമറയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗോപ്രോ പോലുള്ള ഡിവൈസുകൾ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല സ്റ്റെബിലൈസേഷനോടുകൂടി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോടുകൂടി ഒരു മൊബൈൽ ഫോൺ വെച്ച് വീഡിയോസ് എടുക്കണം സഹായിക്കുന്ന ഒരു ഡിവൈസാണിത്. ഇതിൻ്റെ പേര് DJIയുടെ ബ്രാൻഡാണ് OM4 SE എന്ന് പറയുന്ന ഒരു ഇതാണ് ഗിംബലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബൽ വരുന്നത്, DJI OM4 SE എന്നാണ്. ഇവിടെ അതിൻ്റെ സ്മാർട്ട് ഫോൺ സ്റ്റെബിലൈസർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മാഗ്നറ്റിക് മൗണ്ട് ഉണ്ട്, അതിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ നമ്മുടെ ഒരു ഇത് മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റി, DJIയുടെ മിമോ ആപ്ലിക്കേഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നമുക്ക് ഏതായാലും ഉപയോഗിച്ച് നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതാണ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ നമ്മുടെ മൊബൈൽ എങ്ങനെയാണ് അതിൻ്റെ ഇത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇവിടെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെ ഇതൊരു ബോക്സാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ക്രിയേറ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഒരു ഇതാണ്. അപ്പം അതായത് ഇതിൻ്റെ ഇത് ഫോൺ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാഗ്നറ്റിക് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പൗച്ചാണ്. അതെ ഒരു കവറാണ്, ഇതിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫൊന്നുമല്ല, ഒരു നല്ല ക്ലോത്താണിത്. അപ്പോൾ ഇതേതായാലും നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അതോടെ ഇരിക്കട്ടെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇതും തന്നിട്ടുണ്ട്, ഒരു എന്താ പറയുക സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അത് രണ്ടും ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. അതെ, യൂസർ മാനുവലാണ്. അത് നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം. അതായത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഇതാണ് ബോക്സിനകത്തുള്ളത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നത് ട്രൈപോഡാണ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ട്രൈപോഡാണ്. DJIയുടെ എംബ്ലോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ഒരു ടൈപ്പ് C USB ചാർജ് ചെയ്യാനുള്ളതാണ്. നമുക്കതും DJIൻ്റെ ആവശ്യമില്ല ഇപ്പം. പിന്നെ ഉള്ളത് ഇതാണ് മാഗ്നറ്റിക് ഹോൾഡറാണ്, നമ്മുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എക്സ്റ്റെൻഡബിളാണ്, കണ്ടോ, ഇത് എക്സ്റ്റെൻഡബിളാണ്. പിന്നീട് അതിൻ്റെ കൂടെ ഉള്ളത് ഒരു പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ ഒരു ഇതാണ്, പ്ലാസ്റ്റിക് അല്ല റബ്ബറാണിത്, ഇച്ചിരി ക്വാളിറ്റിയുള്ള റബ്ബർ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ തിന്നായിട്ടുള്ള മൊബൈലുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാപ്പ്, ഒരു എന്താ പറയുക, ഒന്ന് ഷേക്ക് ആകാതിരിക്കാനും ഒക്കെ ഒന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പേസർ എന്ന് വേണേൽ പറയാത്. ഓക്കെ, അത് നമുക്കിവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. തീരെ തിന്നായിട്ടുള്ള ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അപ്പോൾ നല്ല ഗ്രിപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും അവിടെ ഇരുന്നോട്ടെ. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഇത്. ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം. അയണിൻ്റെ ഇതൊക്കെയാണ്, അലുമിനിയം ബോഡിയാണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ഇതാണ് നമ്മുടെ ഗിംബലാണ്. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് തോന്നും, ഹാൻഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് നൂർത്ത് കഴിയുമ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നൂർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂർക്കുകയാണ്, ഇങ്ങനെ നൂർത്ത് കഴിഞ്ഞിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബട്ടൺസൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പവർ ബട്ടണാണ്. പിന്നെ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടണും, പിന്നെ ഇതൊരു ജോയ്സ്റ്റിക്കാണ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ സൂം ഇൻ ആൻഡ് സൂം ഔട്ടിൻ്റെ ഉണ്ട്. പിന്നീട് ബാക്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പവർ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന C ടൈപ്പ് കേബിൾ ഉപയോഗിക്കാനുള്ളത്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു USB കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക്, അഥവാ നമ്മുടെ ഇതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പവർ ബാങ്കായി യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് പവർ എടുത്ത് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് എന്താ സംഭവിക്കുക, ഒരു പവർ ബാങ്ക് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അത് ഇതിൻ്റെ ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിൽ ഇരുന്നോട്ടെ. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതലൊരു എന്താ പറയുക, നമുക്കൊരു വെളിയിൽ ഔട്ട്ഡോറിൽ പോയിട്ട് നമുക്കൊരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം. അപ്പോൾ അതിലേക്ക് പോകാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മൊബൈൽ ഫോണ് അതിലായിട്ട് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ഇതാണ്, ഇതിൻ്റെ മാഗ്നറ്റിക് ക്ലിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട് ഫോൺ ക്യാമറ ഡയറക്ഷൻ, അതായത് ഇവിടെ ഒരു ക്യാമറയുടെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോൺ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ
ക്യാമറ ഇങ്ങനെ വരണം, അതായത് ഈ സൈഡിൽ ക്യാമറ വരത്തക്ക രീതി വേണം ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഏകദേശം സെൻറ്ററിൽ വേണം, ഏകദേശം അല്ല കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കാൻ വേണം. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഫിക്സായി. കാരണം നമുക്ക് നല്ല ഗ്രിപ്പുണ്ട് കണ്ടോ, ഒന്നും പോകത്തൊന്നുമില്ല, നല്ല ഗ്രിപ്പുണ്ട്. കാരണം ഈ ഡയറക്ഷൻ എപ്പോഴും മറക്കരുത്, കാരണം അത് വെച്ചിട്ടാണ് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ വർക്കാവുന്നത്. എന്നിട്ട് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിമ്പിളുണ്ട്, ഒരു ഡോട്ടുണ്ട്, ഇവിടെ അതുപോലെ തന്നെ ഒരു ഡോട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ അങ്ങനെ വെക്കുക. കറക്റ്റായിട്ട് നമുക്ക് കാണാം ആ 2 ഡോട്ടുകൾ ഫിക്സ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വലിച്ചു നോക്കിയാലൊന്നും ഞാൻ നല്ല വലിക്കുന്നുണ്ട് നല്ലതായിട്ട്, പക്ഷേ എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതാണ്. അപ്പോൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ ഈ എം എന്നുള്ള ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുക, ബാറ്ററിയുടെ ഫുള്ളാന്നുള്ളതിനൊരു 3 ലൈനുണ്ട്, അത് ബാറ്ററിയുടെയാണ്. പിന്നെ ഗ്രീൻ ഓണാന്നുള്ളതിനാണ്. പിന്നീട് ഇപ്പം ഞാനിപ്പോൾ ഇത് ജസ്റ്റ് താഴെ വെക്കുകയാണ്. ഇതാണ് നോർമൽ ഓൺ ആയി കഴിയുമ്പോൾ സ്റ്റഡി ആയിട്ടുള്ള പൊസിഷൻ. ഇതിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എമ്മിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പോർട്രേറ്റ് മോഡിലോട്ട് മാറും. വീണ്ടും നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ ഷോർട്സ് എടുക്കാൻ അല്ലെങ്കിൽ സ്റ്റോറീസൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഉള്ള പൊസിഷനിൽ വരും. അങ്ങനെ രണ്ടും ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ ജോയ്സ്റ്റിക്ക്. നമുക്കതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ലെഫ്റ്റ് റൈറ്റും ടോപ്പും താഴോട്ടും മുകളിലോട്ടും എല്ലാം ടിൽറ്റ് ചെയ്ത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്, എടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ പൊസിഷനോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകിലൊരു ബട്ടൺ ഉണ്ടല്ലോ, ഞാൻ മുമ്പേ കാണിച്ച്, അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഓട്ടോമാറ്റിക്കലി ആകും. അതായത് ഈ ബട്ടണാണ്, അതിൽ ഡബിൾ ക്ലിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴും. ഓക്കെ, ഇനി നമുക്കൊന്ന് മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ DJIയുടെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്യാം നമുക്ക്. അതിന് മുമ്പായിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡിവൈസ് ഇവിടെ കണ്ടോ ഓൾറെഡി ഇപ്പോൾ ഡിവൈസ് കണക്ട് ഇതിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഞാൻ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ലോഗിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം, നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം. അതൊക്കെ പെട്ടെന്നൊരു 1-2 മിനിറ്റുകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഡിവൈസ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കണക്റ്റ് ചെയ്യുമ്പോഴത്തേന് അതുമായിട്ട് കണക്റ്റ് ആവും. ആണോ, അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ വീഡിയോ റെക്കോർഡിങ് ഓൺ ആക്കുകയാണ്. എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് പോർട്രേറ്റോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റാം. അത് റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ആകുന്നതിൻ്റെയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് നോക്കിയാലോ. ഈ പൂക്കളുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗിംബിൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെബിലൈസേഷൻ ആണെന്നുള്ളത്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ട്, അതായത് ഗിംബിൾ വെച്ചും ഗിംബിൾ ഇല്ലാതെ ഞാൻ എങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിംബിൾ വെച്ചിട്ടുള്ള ഷോട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടുകയാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഗിംബിളില്ല, ജസ്റ്റ് കയ്യിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. മുമ്പേ പോയ പോലെ തന്നെ ഇത് പോയി നോക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ വേറൊരു സവിശേഷതയാണ്. അതായത് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ DJIക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെൽഫി മോഡിലാക്കണം. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം ഈ പുറയിലുള്ള ബട്ടണിൽ 3 പ്രാവശ്യം പ്രസ് ചെയ്യണം. സെൽഫി മോഡ് വന്നു കഴിയുമ്പോൾ കണ്ടോ അവിടെ ഒരു ഗ്രീൻ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇമേജിന് ചുറ്റുമായിട്ട്. അപ്പോൾ നമ്മളത് മൂവ് ചെയ്യുന്നതനുസരിച്ച് നോക്കണം കണ്ടോ, അത് നമ്മളിങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങോട്ട് മൂവ് ആവും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇങ്ങോട്ട് മൂവ് ആവുന്നുണ്ടോ ക്യാമറ ഓട്ടോമാറ്റിക്കലി. ഇതിനാണ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ഒരു ഫീച്ചർ ഇതിനുള്ളത്. അങ്ങനെ നമ്മുടെ ഗിംബിൾ വെച്ചിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു നോക്കി. ജസ്റ്റ് നമ്മളൊന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വരേണ്ടതുണ്ട്. അത് വെച്ചുള്ള ഇനിയുള്ള നമ്മുടെ ട്രാവൽ വീഡിയോസിൽ മൊത്തം ഗോപ്രോയും അതുപോലെ തന്നെ ഈ ഗിംബിളും കൊണ്ടുള്ള വിഷ്വൽസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും.
ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി കാണാവുന്ന പ്രതീക്ഷയിൽ ജിജോ സൈനിങ് ഓഫ്.